ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പൊതുവെ എല്ലാ സെൻട്രൽ ഗവൺമെന്റ് ക്വസ്റ്റ്യൻസിലും ലോജിക്കൽ റീസണിങ്ങിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്, നമ്മുടെ ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യമാണ്, നോക്കി ആദ്യത്തെ ചോദ്യം ഇതാണ്. വൺ മോർണിംഗ് ഉദയ് ആൻഡ് വിശാൽ വെർ ടോക്കിംഗ് ടു ഈച്ച് അതർ ഫേസ് ടു ഫേസ് അറ്റ് എ ക്രോസിംഗ്. If Vishal's shadow was exactly to the left of Uday, which direction was Uday facing? എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു രാവിലെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം അറിയാലോ, സൂര്യന്റെ സ്ഥാനം എവിടേക്ക് എന്നൊക്കെ മനസ്സിൽ കാണുക. എന്നിട്ട് പറയാണ് വിശാലും ഉദയും നമ്മുടെ മുഖത്തോട് മുഖം നോക്കി ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചോദിക്കുന്നത് എന്താണ്, നോക്കിയപ്പോൾ എന്താണ്, വിശാലിന്റെ നിഴൽ എന്താണ് ഉദയുടെ ലെഫ്റ്റ് സൈഡിലാണ് വീണത്. വിശാലിന്റെ നിഴൽ ഉദയുടെ ലെഫ്റ്റ് സൈഡിൽ വീണു എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഉദയ് എങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്, ഏത് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ ശ്രദ്ധിക്കുക, നോക്കിയേ, നമ്മൾ ഫസ്റ്റ് ഇത്തരം ചോദ്യം ഫസ്റ്റ് എന്ത് ചെയ്യണം, ഡയറക്ഷൻ വരയ്ക്കണം കേട്ടോ. ഈ ഒരു സാധനം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. എന്താണ്, നോർത്ത് മേളിലാണ്, സൗത്ത് താഴെയാണ്, വെസ്റ്റ് ഈ സൈഡിലും ഈസ്റ്റ് ഈ സൈഡിലുമാണ്. പിന്നെന്താ പറയുന്നേ, നമ്മളെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പകൽ സമയമാണ്. അപ്പൊ സൂര്യൻ എവിടെയായിരിക്കും, സൂര്യൻ നിൽക്കുക ഈസ്റ്റ് സൈഡിലായിരിക്കും ആണല്ലോ. സൂര്യൻ ഈസ്റ്റ് സൈഡിലാണെങ്കിൽ ഷാഡോ ഏത് സൈഡിലായിരിക്കും, ഷാഡോ അല്ലെങ്കിൽ നീഴൽ ഏത് സൈഡിലായിരിക്കും, നീഴൽ കിടക്കുക എവിടെയാണ്, വെസ്റ്റ് സൈഡിലായിരിക്കും. അതെല്ലാവർക്കും അറിയാലോ, നീഴൽ കിടക്കുന്നത് വെസ്റ്റ് സൈഡിലായിരിക്കും. സൂര്യൻ അവിടെ നിന്ന് ആയിട്ട് നോക്കിയപ്പോൾ ഷാഡോ വീണത് വെസ്റ്റ് സൈഡിലാണ്. പിന്നെ പറയാണെന്ത്, ഈ ഷാഡോ വീണത് എന്താണ്, ഉദയയുടെ ലെഫ്റ്റ് സൈഡിലാണ്. വിശാലിന്റെ ഷാഡോ വീഴുന്നത് എവിടെയാണ്, ഉദയുടെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോ വിശാലിന്റെ ഷാഡോ വീഴുന്ന ഉദയ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഉദയ് എങ്ങോട്ട് തിരിഞ്ഞേക്കണം, നോക്കിയേ, വിശാലും ഉദയ അപ്പൊ എങ്ങനെയാ, ഒന്നെങ്കിൽ വിശാൽ ഇവിടെ ആയിരിക്കും, ഉദയ് ഇവിടെ ആയിരിക്കും, ഇവരിങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. അല്ലെങ്കിൽ വിശാൽ ഇവിടെയും ഉദയ് ഇവിടെയും ആയിരിക്കും, ഇവര് ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉദയയുടെ ലെഫ്റ്റ് സൈഡിൽ ഷാഡോ വീഴണമെങ്കിൽ ഉദയ് എവിടെ നിൽക്കണം, എങ്ങോട്ട് തിരിഞ്ഞേക്കണം, ഉദയ് നിൽക്കേണ്ടത് നോർത്ത് സൈഡിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നോർത്ത് സൈഡിലേക്ക് തിരിഞ്ഞു വെക്കുന്നു, അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റും റൈറ്റ് സൈഡിൽ ഈസ്റ്റും ആയിരിക്കും. ഈസ്റ്റ് ചെയ്തത് സൂര്യൻ ഉദിച്ചു വരുന്നു, എന്താണ് വെളിച്ചമടിക്കുന്നു, എൻ്റെ ഷാഡോ എവിടെ കിടക്കും, എൻ്റെ ലെഫ്റ്റ് സൈഡായ വെസ്റ്റിൽ കിടക്കും. കറക്റ്റ് ആണല്ലോ. അപ്പൊ എന്താണ്, ഉദയ് എവിടേക്ക് തിരിഞ്ഞേക്കും, ഉദയ് എവിടേക്ക് തിരിഞ്ഞേക്കാ, നോർത്തിലേക്കാണ് തിരിഞ്ഞേക്കുക. അപ്പൊ ആൻസർ എന്താ വരിക, ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, നോർത്ത് ആണ്. ഓപ്ഷൻ സി നോർത്ത് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് ഷാഡോ ഇവിടെ വീഴുന്നൊക്കെ ഏകദേശം നോക്കി വെച്ചേക്കാം കേട്ടോ. അടുത്ത നോക്കി, ഏതാണ്, എ മാൻ വാക്സ് 5 kilometers towards south. He turns to the right. After walking 3 kilometers, he turns to left and walks 5 kilometers. Now, in which direction is he from the starting place? നോക്കിയേ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി വരയ്ക്കുക. ഫസ്റ്റ് തന്നെ എന്ത് വരയ്ക്കണം, നോക്കിയേ, ഫസ്റ്റ് തന്നെ വരയ്ക്കേണ്ടതാണ് എന്ത്, ഡയറക്ഷൻസ്. ഇത് നിങ്ങൾ എല്ലാത്തിലും എല്ലാ ക്വസ്റ്റ്യൻ വരയ്ക്കുമ്പോൾ ഇത് ഡയറക്ഷൻസ് വരച്ച് വെച്ചേക്കുക. എന്നിട്ട് എന്ത് മാർക്ക് ചെയ്യുക, NSWE കേട്ടോ. ഫസ്റ്റ് എന്താ പറയുന്നേ, നമ്മുടെ വാൻ എന്ത് ചെയ്തേ, ഫസ്റ്റ് നമ്മുടെ വാൻ എന്ത് ചെയ്തേ, 5 കിലോമീറ്റർ സൗത്തിലേക്ക് നടന്നു. നമ്പർ എഴുതി വെച്ചു, 5 കിലോമീറ്റർ സൗത്തിലേക്ക് നടന്നു. പിന്നെ എന്താ പറയുന്നേ, പുള്ളി റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കേട്ടോ, റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു എന്താ പറയുന്നത്. ഓക്കെ, സൗത്തിലേക്ക് നടക്കുന്ന ഒരാൾ, ഇപ്പൊ ഞാൻ ഇങ്ങനെ സൗത്തിലേക്ക് നടക്കുകയാണ്, എൻ്റെ സൗത്ത് അവിടെയാണ്. ഇപ്പൊ നോർത്ത് എൻ്റെ ബാക്കിലായിരിക്കും, വെസ്റ്റ് എൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും, ഈസ്റ്റ് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഞാൻ നടന്ന് അവിടെ നിന്ന് എങ്ങോട്ട് തിരിഞ്ഞു, റൈറ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഞാൻ ഏത് ഡയറക്ഷനിലേക്കാണ് തിരിയുന്നത്, ഞാൻ തിരിയുന്നത് വെസ്റ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പോൾ ഇവിടത് റൈറ്റിലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ എന്താണ്, വെസ്റ്റിലേക്കാണ് തിരിഞ്ഞത്. എന്നിട്ട് എത്ര ദൂരം നടന്നു, എന്നിട്ട് നടന്നത് 3 കിലോമീറ്റർ കേട്ടോ, എഴുതി വെച്ചേക്കാം, 3 കിലോമീറ്റർ നടന്നു എന്നാണ് പറയുന്നത്. പിന്നെ പുള്ളി എന്ത് ചെയ്തു, പുള്ളി റൈറ്റിലേക്ക് തിരിഞ്ഞ് നടന്ന് പുള്ളിക്ക് കുറച്ച് ദൂരം എത്തിയപ്പോൾ എന്താ ചെയ്തു, പുള്ളി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു 5 കിലോമീറ്റർ നടന്നു. ഇവിടെ നോക്കിയേ, ഇവിടം വരെ നടന്ന ശേഷം ലെഫ്റ്റിലേക്ക് തിരിയുന്നു പറയുമ്പോൾ എങ്ങോട്ട് തിരിയാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, റൈറ്റിലേക്ക് തിരിയുമ്പോൾ വെസ്റ്റിലേക്ക് പോയി. ഇപ്പം ഞാൻ വെസ്റ്റിലേക്ക് തിരിഞ്ഞേക്കാണ്.
വെസ്റ്റിലേക്ക് തിരിക്കുമ്പോൾ എൻ്റെ ബാക്കിൽ എന്താണ്? ഈസ്റ്റ് ആണ്. ബാക്കിൽ ഈസ്റ്റ് ആകുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ നോർത്തും ലെഫ്റ്റ് സൈഡിൽ സൗത്തുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ പുള്ളി ഇവിടെ ലെഫ്റ്റിലേക്ക് തിരുമ്പോൾ എന്താണ്? തിരിച്ച് സൗത്തിലേക്കാണ് തിരിഞ്ഞത്. എത്ര കിലോമീറ്റർ നടന്നു? 5 കിലോമീറ്റർ നടന്നു. അപ്പോൾ പുള്ളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്, പുള്ളിയുടെ എൻഡിങ് പോയിന്റ് ഇതാണ്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ എൻഡിങ് പോയിന്റ് എവിടെയാണ് കിടക്കുന്നത് ചോദിച്ചേക്കുന്നത്? സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കുമ്പോൾ എൻഡിങ് പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? ഈ ഡയറക്ഷൻ വെച്ച് നോക്കി, എവിടെയാണ് കിടക്കുന്നത്? സൗത്ത് വെസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ? സൗത്ത് വെസ്റ്റ് ആയിട്ടാണ് എന്ത് കിടക്കുന്നത്? നമ്മുടെ എൻഡിങ് പോയിന്റ് കിടക്കുന്നത്. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വരയ്ക്കേണ്ടത്. കേട്ടല്ലോ? അപ്പോൾ നോക്കിയേ, ആൻസർ നോക്കാം. സൗത്ത് വെസ്റ്റ് ആൻസറിലുണ്ടോ നോക്കിയേ. കണ്ടോ? ഓപ്ഷൻ ഡി ആണ്, സൗത്ത് വെസ്റ്റ് ആണ് നമ്മുടെ ആൻസർ. കേട്ടോ? സൗത്ത് വെസ്റ്റ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് ഒരു കാര്യം പറയാം. എന്താണ്? നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. എന്താണ്? നവംബർ 17 അവർ പറഞ്ഞേക്കുന്ന ഡേറ്റ്. അപ്പോൾ ഈ നവംബർ 17 ഇനി എത്ര ദിവസമുണ്ട്? കഷ്ടിച്ച് ഒരു 50 ദിവസം അങ്ങാണ്ടുണ്ട് അല്ലേ? ഇപ്പം ഈ 50 ദിവസം കൊണ്ട് നല്ല പക്കയായിട്ട് സിലബസ് കൃത്യമായി കവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് എങ്ങും എത്താത്ത ടൈപ്പ് ഒരു ഫീലിംഗ് കിട്ടും. ഈ 50 ദിവസം കൊണ്ട് കൃത്യമായി സിലബസ് കവർ ചെയ്യാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒപ്പം തന്നെ ഈ ബാച്ച് ജോയിൻ ചെയ്യുന്ന ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത്രയും കുറച്ച് നാൾ കൊണ്ട് ഇത്രയും വലിയ സിലബസ് കവർ ചെയ്യാന്ന് പറയുമ്പോൾ നല്ല പ്രിസൈസ് ആയിട്ട് ഹോട്ട് ടോപ്പിക്സ് നോക്കി പഠിക്കണം. ആ തരത്തിൽ പഠിച്ചു തീർക്കാൻ വേണ്ടി നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് വരണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എന്താണ്? റാസിക് വാക്ക് 20 meters to the north. Then he turned right and walks 30 meters. Then he turns right and walks 35 meters. Then he turns left and walks 15 meters. Finally, he turns to the left and walks 15 meters. In which direction and how many meters is he from the starting point? കണ്ട, കുറേ വളവുകൾ ഉള്ളിൽ വളയുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ വളവുകളെയും പക്കയാണ് നോട്ട് ചെയ്യണം കേട്ടോ. ശ്രദ്ധിക്കണേ. ഫസ്റ്റ് എന്ത് ചെയ്യുക? നമുക്ക് ഇവിടെ തന്നെ വരയ്ക്കാം. എന്താണ്? ഡയറക്ഷൻ വരയ്ക്കാം. ഡയറക്ഷൻ ഫസ്റ്റ് വരയ്ക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡയറക്ഷൻ ഫസ്റ്റ് മാർക്ക് ചെയ്യാം. NSWE. ഇനി ശ്രദ്ധിക്കുക. എന്താണ് ഫസ്റ്റ് എന്താ പറയുന്നത്? റാസിക് വാക്ട് 20 meter നോർത്ത്. എന്താണ്? 20 meter നോർത്തിലേക്ക് സഞ്ചരിച്ചു. ഇത്രയും മാർക്ക് ചെയ്താൽ മതി. 20 meter നോർത്തിലേക്ക് സഞ്ചരിച്ചു. 20 meter നോർത്തിലേക്ക് സഞ്ചരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഹി ടേൺഡ് റൈറ്റ് ആൻഡ് വാക്സ് 30 meters. ഹി ടേൺഡ് റൈറ്റ് ആൻഡ് വാക്ട് 30 meters. ഇത് 20 meter ആണെന്ന് പറയുന്നത്. 20 meter മാർക്ക് ചെയ്യുക. എന്നിട്ട് പുള്ളി റൈറ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് തിരിയും? ഈസ്റ്റിലേക്ക് തിരിയും. ഈസ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് 30 meter മാർക്ക് ചെയ്യും. എന്താണ്? 30 meter നടന്നു. 30 meter മാർക്ക് ചെയ്തു. ഇനി then he turns right again. ഒരു പ്രാവശ്യം റൈറ്റ് തിരിയാണ്. റൈറ്റ് ചെയ്യുമ്പോൾ എന്താണ്? എന്നിട്ട് 35 meter നടന്നു. അപ്പോൾ എന്താണ്? ഈസ്റ്റിലേക്ക് തിരിഞ്ഞേക്കുന്നത് ഞാൻ. എൻ്റെ ബാക്ക് സൈഡിൽ വെസ്റ്റ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡിൽ നോർത്ത് ആയിരിക്കും, റൈറ്റ് സൈഡിൽ സൗത്ത് ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? 35 meter റൈറ്റിലേക്ക് തിന്നിട്ട് നടന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് 20 meter നടന്നുള്ളൂ. അപ്പോൾ അതിനേക്കാൾ നീളം ഇവിടെ നടന്നുണ്ട്. അപ്പോൾ കുറച്ച് നീട്ടി വരയ്ക്കാം 35 meter എന്നുള്ളത്. അടുത്ത് നോക്കിയേ. ഫൈനലി എന്താണ് പിന്നെ? then he turns left and walks 15 meters. പുള്ളി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു, എന്നിട്ട് 15 meters നടന്നു. ഞാനിപ്പോൾ സൗത്തിലേക്ക് നോക്കിക്കാണ്. ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും? ഈസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഒരു 15 meter നടന്നു എന്നാണ് പറയുന്നത്. എത്രയാണ്? 15 meter. കേട്ടല്ലോ? 15 meter നടന്നു. ഇനി എന്താ പറയുന്നത്? ഫൈനലി ഹി ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 15 meters. ഒരു പ്രാവശ്യം കൂടി പുള്ളി ലെഫ്റ്റ് എടുത്തു. ഒരു പ്രാവശ്യം കൂടി പുള്ളി ലെഫ്റ്റ് എടുത്തു. എന്നിട്ട് എത്ര എടുത്തു? 15 meter ഒന്നുകൂടി നടന്നു. ശ്രദ്ധിച്ചു നോക്കിയേ. നല്ല രസമുള്ള ഫോട്ടോ അല്ലേ? രസമുള്ള പടമാണ്. അപ്പോൾ നമുക്ക് ഈ പടം കുറച്ചുകൂടി വലുതാക്കി വരച്ചാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ പടം കുറച്ച് വലുതാക്കി വരച്ചു നോക്കിയേ. ഈ എ എന്ന ഈ പോയിന്റിൽ നിന്നാണ് പുള്ളി റാസിക്ക് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് എൻഡ് ചെയ്തത് ബി എന്ന ഈ പോയിന്റിലാണ്. ശ്രദ്ധിച്ചു നോക്കുക. എന്താണ് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്? എയിൽ നിന്നും ഏത് ഡയറക്ഷനിലാണ് ബി കിടക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ. 20 meter മേളിലേക്ക് പോയി, 30 meter ഇങ്ങോട്ട് പോയി, 35 meter താഴേക്ക് വന്നു, 15 meter അങ്ങോട്ട് പോയി, 15 meter ഇങ്ങോട്ട് പോയി. സോ എൻ്റെ മെയിൻ ചോദ്യം ഇതാണ്. ഇവിടെ 20 meter ആണെങ്കിൽ ഞാൻ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ഡിസ്റ്റൻസ് എത്ര ഉണ്ടാകും?
20 മീറ്റർ ഉണ്ടാകും. ഈ ഡിസ്റ്റൻസ് എത്ര ഉണ്ടാവും? 15 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ലെവലുകളും സെയിം ആണ് എന്ന് മനസ്സിലാവുമല്ലോ. ഈ പോയിന്റും ഈ ബി എന്ന പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ നോക്കിയേ, എ നിന്ന് ബിയിലേക്കുള്ള നേരെയുള്ള ദൂരം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 30 മീറ്ററും ഈ 15 മീറ്ററും കൂട്ടിയാൽ കിട്ടുന്നതല്ലേ എ നിന്ന് ബിയിലേക്കുള്ള ദൂരം. ഒപ്പം തന്നെ കറക്റ്റ് നേരെയാണെന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ബി എന്ന പോയിന്റ് എ എന്ന പോയിന്റ് ഏത് ഡയറക്ഷനിൽ നടക്കുന്നേ? ഈസ്റ്റ് ഡയറക്ഷനിൽ നടക്കുന്നേ. ഈസ്റ്റ് ഡയറക്ഷനിൽ എത്ര മീറ്റർ ദൂരെയാ? 30 + 15 45 മീറ്റർ ദൂരെയാണ്. 45 മീറ്റർ ഈസ്റ്റ് ഡയറക്ഷനിലാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ഫൈനൽ പോയിന്റ് കിടക്കുന്നത്. 45 മീറ്റർ ഈസ്റ്റ് ഡയറക്ഷനിലാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ഫൈനൽ പോയിന്റ് കിടക്കുന്നത്. അപ്പൊ നോക്കിയേ, ആൻസർ നോക്കാം. നോക്കിയേ, 45 മീറ്റർ ഈസ്റ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി, 45 മീറ്റർ ഈസ്റ്റ് എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? നോക്കി, എന്താണ്? എ ബോയ് റോഡ് ഹിസ് സൈക്കിൾ നോർത്ത് വേർഡ്. ഹി ടേൺഡ് ലെഫ്റ്റ് ആൻഡ് റോഡ് 1 kilometer and again turned left and rode 2 kilometer. He found himself 1 kilometer west of the starting point. How far did he ride northward initially? അതായത് പുള്ളി ഫസ്റ്റ് ഒരു കൊച്ചിന്റെ സൈക്കിൾ, ഇപ്പോൾ ഹെർക്കുലീസിന്റെ സൈക്കിൾ എന്ന് വിചാരിക്കാം. പുള്ളി ആ സൈക്കിൾ എടുത്ത് നോർത്തിലേക്ക് കുറച്ച് ദൂരം സൈക്കിൾ ഓടി. എന്നിട്ട് പുള്ളി ലെഫ്റ്റ് എടുത്തു. ലെഫ്റ്റ് എടുത്തിട്ട് എന്താണ്? 1 കിലോമീറ്റർ അങ്ങോട്ട് ഓടിച്ചു. എന്നിട്ട് പുള്ളി വീണ്ടും ലെഫ്റ്റ് എടുത്തു. എന്നിട്ട് 2 കിലോമീറ്റർ ഓടിച്ചു എന്നാ പറയുന്നത്. നോക്കിയപ്പോൾ എന്താണ്? പുള്ളി 2 കിലോമീറ്റർ ഓടിച്ച് എത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ വെസ്റ്റിലാണ് എന്ത് കിടക്കുന്നത്? മറ്റേ സ്റ്റാർട്ടിംഗ് പോയിന്റ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പുള്ളി നോർത്തിലേക്ക് എത്ര കിലോമീറ്റർ ഓടിച്ചു എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചു നോക്കുക, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഡയറക്ഷൻസ് വരയ്ക്കാം. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ചെക്കൻ ഫസ്റ്റ് 1 കിലോമീറ്റർ എവിടേക്ക്, എത്രയോ കിലോമീറ്റർ നോർത്തിലേക്ക് ഓടിച്ചു. എത്രയോ കിലോമീറ്റർ നോർത്തിലേക്ക് ഓടിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു, അതായത് വെസ്റ്റ് ഡയറക്ഷനിൽ പോയിട്ട് 1 കിലോമീറ്റർ ഓടിച്ചു. എന്ത് പുള്ളി എന്താണ്? വീണ്ടും ലെഫ്റ്റ് എടുത്തു. വീണ്ടും ലെഫ്റ്റ് എടുത്തിട്ട് എത്ര കിലോമീറ്റർ ഓടിച്ചു? 2 കിലോമീറ്റർ ഓടിച്ചപ്പോൾ ഏതൊരു പോയിന്റിലെത്തി. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് 1 കിലോമീറ്റർ വെസ്റ്റിലാണ് കിടക്കുന്നത്. അതായത് എന്ത് മനസ്സിലാക്കാം? ഈ ഡിസ്റ്റൻസ് അല്ലെ പുള്ളി രണ്ടാമത് ലെഫ്റ്റ് എടുത്തപ്പോൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തോ ആ ഡിസ്റ്റൻസ് തന്നെ പുള്ളി എങ്ങോട്ട് പോയിട്ടുണ്ടാകും? നോർത്തിലേക്ക് ഫസ്റ്റ് പോയിട്ടുണ്ടാകും. ആൻസർ വരിക എന്താണ്? ഓപ്ഷൻ ബി ആണ്, 2 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ ബി 2 കിലോമീറ്റർ ആണ് എന്ത് ആൻസർ വരുന്നത്. അപ്പോൾ ഈ പടം ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ കേസിന്റെ ഐഡിയ കിട്ടും, ഇതിങ്ങനെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡയറക്ഷൻസ് ആണ് ഏറ്റവും മെയിൻ കാര്യം, കേട്ടല്ലോ. അപ്പോൾ നമ്മളിന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? നമ്മൾ ഡയറക്ഷൻ ബേസ് ചെയ്തു. ഇപ്പോൾ ഈ ഡയറക്ഷന് മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സിമ്പിൾ വരയ്ക്കുക. എന്താണ്? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. പിന്നെ ഓരോരുത്തർ ലെഫ്റ്റ് എടുക്കുമ്പോൾ എങ്ങോട്ട് തിരിയും, റൈറ്റ് എടുക്കുമ്പോൾ എങ്ങോട്ട് തിരിയും എന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നോർത്ത് വെസ്റ്റ് ആയാലും നോർത്ത് ഈസ്റ്റ് ആയാലും സൗത്ത് വെസ്റ്റ് ആയാലും സൗത്ത് ഈസ്റ്റ് ആയാലും ഇത്തരം ടേംസ് ഒക്കെ പക്കയായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അതും എന്താണ് നമ്മുടെ ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. സോ മടി കാണിക്കാതെ ഇനിയുള്ള കുറച്ച് നാളുകൾ പക്കയായിട്ട് RRBക്കൊക്കെ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? റെയിൽവേയിൽ ജോലി നേടാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഇനി വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്.